വാമ്പയർ എന്ന ഭാവന കഥാപാത്രത്തെ അങ്ങനെ മറക്കാൻ ആരും സാധ്യതയില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാമ്പയർ സ്ക്വിഡാണ്. റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടായ ഒരു ജീവിയായിരുന്നു അത്. എന്നാൽ ഇന്നത്തെ ഉത്തരം അതിനെ പറ്റിയാണ്. എന്നാൽ വാമ്പയർ സ്ക്വിഡ് ഒരു യഥാർത്ഥ ജീവി തന്നെയാണ്. ഇത് 1903 ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ്. ഇന്ന് വരെ ആഴക്കടൽ പഠനങ്ങൾ ഇവ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പേരിൽ വാമ്പയർ ഉണ്ടായാലും ഇത് രക്തം കുടിക്കുന്നവയല്ല. പേരിൻ്റെ കാരണമാകുന്നത് അതിൻ്റെ ഇരുണ്ട നിറവും വെബ് ലൈക്ക് ടെൻറ്റക്കിൾസുമാണ്. സാധാരണ 600 മുതൽ 900 മീറ്റർ ആഴത്തിൽ എന്ന് വെച്ചാൽ ഓക്സിജൻ കുറവുള്ള പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ സാധ്യത വളരെ കുറവാണ്. സാധാരണ 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം. ഇരുണ്ട ചുവപ്പും ചിലപ്പോൾ കറുപ്പും നിറങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ശരീരത്തിന് അനുപാതത്തിൽ വളരെ വലുതും ചുവപ്പ് അല്ലെങ്കിൽ നീല നിറത്തിൽ ആണ് ഇവയുടെ കണ്ണുകൾ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഭയാനപ്പെടുത്തുന്ന രൂപമാണ് ഇവയ്ക്കുള്ളത്. ഇവയ്ക്ക് വാമ്പയർ എന്ന പേര് കിട്ടിയതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, വെബ് ലൈക്ക് ടെൻറ്റക്കിൾസ്. വെബ് ലൈക്ക് ടെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ കൈകളെ ബന്ധിപ്പിക്കുന്ന ചരട് പോലെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് അതെന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാമ്പയർ എന്ന് പറയുമ്പോൾ ഇവ രക്തമൊന്നും കുടിക്കില്ല. എന്നാലും നമ്മൾ വിചാരിക്കില്ലേ ഇവയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ ഏതെങ്കിലുമൊക്കെ ജീവികളെ കഴിക്കുമെന്ന്. എന്നാൽ ജീവിച്ചിരിക്കുന്ന മത്സ്യങ്ങളെയോ ഇരകളെയോ വേട്ടയാടുന്നവയല്ല ഇവ. ഇവ പ്രധാനമായും മരിച്ച ജീവികളുടെ അവശിഷ്ടങ്ങളും പ്ലാങ്ക്ടനൊക്കെയാണ് കഴിക്കുന്നത്. ഇവ അത്ര റെയർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഗൂഗിളിലൊന്നും വലിയ ഫോട്ടോസൊന്നും കിട്ടുന്നില്ല ഇവയുടെ. അതുകൊണ്ടാണ് ഇട്ട ഫോട്ടോസ് വീണ്ടും ഞാനിങ്ങനെ എടുത്തിരുന്നത്. ഭീഷണി നേരിടുമ്പോൾ സ്വന്തം ശരീരം മറിച്ചിട്ട് ടെൻറ്റിക്കിൾസുള്ള അകത്തെ ഭാഗം പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ മുള്ളുകൾ കൊണ്ട് അതിനെ ഭീകരമായി കാണിക്കുന്നു. പ്രകാശം പുറന്തള്ളുവാൻ കഴിവുള്ള ജീവികളാണിവ. ബയോലൂമിനസെൻ്റ് അവയവങ്ങൾ ഇവയിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രകാശം പുറന്തള്ളുന്നത്. അതുപോലെ ഊർജം സംരക്ഷിക്കുന്നതിനായി നീന്തൽ വളരെ സാവധാനമാണ്. മറ്റു പല സ്ക്വാഡുകളെയും പോലെ വേഗത്തിൽ മരിക്കുന്നവയല്ല ഇവ. ദീർഘകാലം ജീവിക്കാൻ കഴിയുന്നവയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.